ഹായ് ഓൾ, ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ RRB JEE സീരീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇറിഗേഷൻ്റെ 4th ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ RRB JEE എക്സാമിന് വേണ്ടി ഒരു ടെക്നിക്കൽ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് എല്ലാം RRB JEE ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസ് എല്ലാം ആ ചാനലിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ RRB JEE എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വയറീസും ബാക്കി സിലബസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് കയറി ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ ദിശയുടെ ഒരു ഓൺലൈൻ ആപ്പാണ്, ദിശ ഓൺലൈൻ എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡെമോ ക്ലാസ്സസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. മിസ് ചെയ്യുന്നവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. കൂടെ തന്നെ മെൻറ്ററിങ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. സോ എല്ലാവരും ഒന്ന് ദിശ ഓൺലൈൻ എന്നുള്ള ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡെമോ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കുക. നമുക്ക് ബ്രാഞ്ചസ് വരുന്നത്, ഓഫ്ലൈൻ ബ്രാഞ്ചസ് വരുന്നത് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കരയാണ്. അപ്പോൾ കോഴ്സസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും RRB JEE എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മളപ്പോൾ അതിന് വേണ്ടിയുള്ള ഫ്രീ ക്ലാസ്സസ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇറിഗേഷൻ്റെ ക്ലാസ് അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ഇറിഗേഷൻ്റെ 3 ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നോക്കാനുള്ളത് ഇറിഗേഷൻ്റെ 4th ക്ലാസ് ആണ്. നോക്കിയാലോ ഇന്ന് നമ്മൾ ഏത് ടോപ്പിക്കാണ് നോക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കനാൽ ക്രോസ് സെക്ഷനെ പറ്റിയാണ് 4th ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലോ RRB JEEക്ക് വേണ്ടി. ഫസ്റ്റ് സ്റ്റേജിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി, എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സെക്കൻഡ് സ്റ്റേജിന് എല്ലാവരും പഠിച്ചു തുടങ്ങാം. അപ്പം നമ്മൾ 3 ക്ലാസ്സസ് കഴിഞ്ഞു ഇറിഗേഷൻ്റെ. നമ്മളിനി 4th ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ 3 ക്ലാസ്സസിലും റിവർ, അതുപോലെ തന്നെ ഡൈവേർഷൻ ഹെഡ് വർക്സിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കനാൽ ക്രോസ് സെക്ഷനെ പറ്റിയാണ്. ഒരു കനാൽ എങ്ങനെയാണ് വരുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് നിങ്ങളൊക്കെ മുന്നേ എക്സാം അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില ടേംസ് എങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കനാലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് എന്നുള്ളത്. നോക്കിയാലോ? സോ അപ്പം നമ്മൾ കനാൽ ക്രോസ് സെക്ഷൻ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അത് മാത്രമേ ഉള്ളൂ. എന്താണ് കനാൽ എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു കനാലാണ്. നമ്മൾ എന്തിനാണ് കനാൽ പൊതുവേ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. റിവറിൽ നിന്നുള്ള വാട്ടർ ഡൈവേർട്ട് ചെയ്യാനാണ് കനാൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റിവറിൽ നിന്ന് ഫീൽഡിലേക്ക് എന്തിനായിരിക്കും കൊടുക്കുന്നത്? ക്രോപ്സിന് വേണ്ടി. ക്രോപ്സിന് ഇറിഗേഷൻ ഫെസിലിറ്റി, അത് ആർട്ടിഫിഷ്യലി വാട്ടർ കൊടുക്കുന്നതാണല്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റ് തന്നെ ഇറിഗേഷൻ അല്ലേ. അപ്പോൾ അതെന്തിനാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇറിഗേഷൻ വാട്ടർ കൊടുക്കുക? കനാൽ വഴിയാണ് ഇറിഗേഷൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. സോ അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ കനാൽ നമ്മൾ പറയുന്നത് റിവറിൽ നിന്ന് വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണ്. എന്തിനൊക്കെ കൊടുക്കും? മെയിൻലി നമുക്ക് ഇറിഗേഷന് കൊടുക്കാം. പിന്നെ നാവിഗേഷൻ, പവർ ജനറേഷൻ. നമ്മൾ മെയിൻലി ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കാണുവാണെങ്കിൽ ഇറിഗേഷനായിരിക്കും കൂടുതൽ കനാൽസ് വരുന്നത്. ഇന്ത്യയിലെന്ന് പറയുമ്പോൾ നമ്മൾ നോർത്തേൺ സൈഡിലൊക്കെ ഒത്തിരി അഗ്രികൾച്ചറുണ്ട്. അവിടെ ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി വാട്ടർ കൊടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇറിഗേഷന് വേണ്ടി കനാൽസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഒന്ന് നാവിഗേഷനാണ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ. ചില വലിയ റിവേഴ്സിലൊക്കെ കനാൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും. ഈ കുഞ്ഞു ബോട്ടാണെങ്കിലോ അല്ലെങ്കിൽ വലിയ ഷിപ്സൊക്കെ തന്നെ പോകാൻ പറ്റുന്ന ടൈപ്പ് കനാൽസും ചെയ്യാറുണ്ട്. അതാണ് ഈ നാവിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ ജനറേഷൻ എന്താണ്? നമ്മൾ വാട്ടറിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യത്തില്ലേ. നമ്മൾ പൊതുവെ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് വാട്ടർ കെട്ടി നിർത്തി അങ്ങനെയാണ് എന്ത് ചെയ്യുക, പവർ ജനറേറ്റ് ചെയ്യുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് കേട്ടിട്ടില്ലേ, അത് തന്നെ. അപ്പോൾ അതുപോലെ ഇവിടെ കനാൽസ് കൊടുത്തിട്ട് നമുക്ക് പവർ ജനറേഷൻ, വാട്ടർ വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യാം. അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ജസ്റ്റ് വെറും ഇൻട്രൊഡക്ഷനാണ്. എന്താണ് കനാൽ? ഞാൻ കനാലിൻ്റെ ക്രോസ് സെക്ഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് മുന്നേ എന്താണ് കനാൽ എന്ന് പറഞ്ഞിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടേംസ് പഠിക്കാം. കനാൽ ക്രോസ് സെക്ഷൻ എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ കനാൽ ക്രോസ് സെക്ഷനിൽ എന്തൊക്കെ ടേംസ് ആണ് വരുന്നതെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടേംസ്, നമുക്ക് കുറച്ച് ടേംസ് മാത്രമേ ഉള്ളൂ
വളരെ സിമ്പിളാണ്. നമ്മൾ ചില എക്സാംസിനൊക്കെ പ്രീവിയസ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ടേംസ് കാണാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടേംസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സിമ്പിളായിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പഠിക്കുന്ന ടേമാണ് ബ്രീച്ച് എന്നുള്ളത്. ബ്രീച്ച് എന്താണ് ബ്രീച്ച് എന്നുള്ളത്? ഒരു കനാൽ നമ്മൾ വരുമ്പോഴത്തേക്കും കനാൽ ഇപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മണ്ണാണ്. നമ്മൾ അതിനെ എർത്ത് എന്നാണ് പറയുക. നമ്മൾ എർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മണ്ണിനെയാണ് കേട്ടോ പൊതുവെ പറയുന്നത്. അപ്പോൾ എർത്ത് ഓൺ എംബാക്ക്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ മണ്ണ് വെച്ചിട്ടായിരിക്കും സൈഡ് വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മണ്ണാണ് സൈഡിൽ വരുന്നതെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുമ്പം ഇറോഷൻ സംഭവിക്കും. അതായത് കുറച്ച് മണ്ണിനെയൊക്കെ എടുത്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇടയിലുള്ള ആ ബാങ്ക് എന്ന് പറയുമ്പോൾ സൈഡ്സിനെയാണ് നമ്മൾ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുക. ഇപ്പോൾ വരയ്ക്കുവാണെങ്കിൽ ഞാനൊരു ട്രപ്പീസോഡൽ ക്രോസ് സെക്ഷൻ, നമുക്ക് പൊതുവെ കനാൽസ് ട്രപ്പീസോഡലായിരിക്കും. നമുക്ക് കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ഡെയിലി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കനാൽസ് കാണാറുണ്ടല്ലോ. അപ്പോൾ അവിടെ നോർത്ത് നോക്കി ഇങ്ങനെ ഇതുപോലെ ട്രപ്പീസോഡൽ ഷേപ്പ് അല്ലേ കാണാറുള്ളത്? മനസ്സിലായോ? അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇതാണ് ബാങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫിഗറിൽ പറയുന്നത് ഇതാണ് ബാങ്ക്സ് എന്നുള്ളത് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഈ സൈഡ് ആണല്ലോ, ഈ സൈഡ് എർത്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നതെങ്കിൽ, ഈ സൈഡ് എർത്തൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടർ ഇതുവരെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മണ്ണിനെ എടുത്തിട്ട് പോകും. അപ്പോൾ അവിടെ ഗ്യാപ്സ് ഉണ്ടാവും. ഈ സൈഡ്സിൽ വാട്ടർ ഫ്ലോ ഇങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സിൽ എന്താണ് വാട്ടർ ഈ സോയിലിനെയും കൂടെ എടുക്കുന്നത് കാരണം കുറച്ച് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാപ്സിനെയാണ് നമ്മൾ ബ്രീച്ചസ് എന്ന് പറയുക. മനസ്സിലായോ? ആ ക്രിയേറ്റ് ചെയ്യുന്ന സൈഡ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാപ്സിനെയാണ് ബ്രീച്ച്. ഈ വേർഡ് മാത്രം ഓർത്താൽ മതി. ബ്രീച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്യാപ്സ് ആണെന്ന് ഓർക്കുക. കുഞ്ഞു കുഞ്ഞു ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ ടേം മാത്രം ഓർത്താൽ മതി. ബ്രീച്ച് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാപ്സ് ആണ്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ടേം നോക്കിയാലോ. എന്താണ് ബേം എന്നുള്ളത്? ബേം. ആ ബേം നമുക്ക് ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ നോക്കാം. ഫിഗർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. ഈ ഫിഗർ ക്ലിയർ ആവുന്നുണ്ടോ? എന്നാലും ആ ടേംസ് എഴുതിയിരിക്കുന്ന ക്ലിയർ ആയിട്ടില്ലെങ്കിലും ഈ ഫിഗർ ഒന്ന് കാണാമല്ലോ. ഇതാണ് ഒരു കനാലിൻ്റെ ക്രോസ് സെക്ഷൻ. എന്താണ് ബേം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ടേം ഓക്കെ അല്ലേ? ആ ബ്രീച്ച് അതിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഫിഗറിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. നാച്ചുറലി കാണുവാണെങ്കിൽ ഈ സൈഡ്സിൽ വരുന്ന കുഞ്ഞു ഗ്യാപ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് എന്നുള്ളത് ഓർത്താൽ മതി ബ്രീച്ച്. അടുത്ത് വരുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ടേമാണ് ബേം എന്നുള്ളത്. ഓക്കെ, കണ്ടു, ഇതാണ് ബേം. ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഇത് കാണുന്നത് ഒരു കനാൽ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ഈ കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ഇതായിരുന്നെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പോർഷൻ കട്ട് ചെയ്തു. എന്നിട്ട് കട്ട് ചെയ്യുന്ന പോർഷനിലായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുക. നമ്മൾ കനാലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സൈഡ്സ് നമ്മൾ ബാങ്ക്സ് എന്നാ പറയുക. ഈ കട്ട് ചെയ്യുന്ന സോയിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ബാങ്ക് കുറച്ച് പൊക്കി വെക്കത്തില്ലേ? ബാങ്കൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി. ഇവിടെ ഇപ്പോൾ ഒരു റോഡ് വരുവാണെങ്കിൽ വെഹിക്കിൾസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ പൊക്കി വെക്കും ആ ബാങ്ക്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സോയിൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. അതുകൊണ്ടാണ് ഈ പോർഷന് ഫില്ലിംഗ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിനെയും നമുക്ക് ഫില്ലിംഗ് എന്ന് പറയാം. ജസ്റ്റ് ഇപ്പോൾ ഇത്ര ഓർക്കുക, കട്ടിങ്ങും ഫില്ലിങ്ങും. മനസ്സിലായോ? ബേം എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ആണ്, ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഈ ഫിഗറിൽ കാണുന്നുണ്ടോ? ഇത് കട്ടിംഗ് ആണ്. കട്ടിങ്ങിൻ്റെ ടോപ്പ് എഡ്ജ് അല്ലേ ഇത് ടോപ്പ് എഡ്ജ് അല്ലേ? കട്ടിങ്ങിൻ്റെ ടോപ്പ് എഡ്ജ് മുതൽ ഫില്ലിങ്ങിൻ്റെ ബോട്ടം എഡ്ജ് കണ്ടോ? ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ ബേം എന്ന് പറയാം. കട്ടിങ്ങിൻ്റെ ടോപ്പ് എഡ്ജ് മുതൽ ഫില്ലിങ്ങിൻ്റെ ബോട്ടം എഡ്ജിനെയാണ് ബേം കൊണ്ട് ഉദ്ദേശിക്കുക. സിമ്പിൾ അല്ലേ കാര്യം? ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇത് കട്ടിംഗ് ആണ്, ഇത് ഫില്ലിംഗ് ആണെന്ന് അറിയാം. ഈ കട്ട് ചെയ്ത സോയിൽ നമ്മൾ ബാങ്ക്സിൽ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫില്ലിംഗ് എന്ന് പറയുക. അപ്പോൾ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ഓർക്കുക, കട്ടിങ്ങിൻ്റെ ടോപ്പ് എഡ്ജും ഫില്ലിങ്ങിൻ്റെ ബോട്ടം എഡ്ജെന്നും പറയാം. അതാണ് ബേം. മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ടേം ബേം. നമുക്ക് പല രീതിയിൽ ചോദിക്കാം കേട്ടോ. ഈ ബാങ്ക് ഉണ്ടല്ലോ, ഒന്നുകിൽ നമുക്ക് ഫില്ലിങ്ങിൻ്റെ ബോട്ടം എഡ്ജ് എന്നോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ബാങ്ക് എന്ന് പറയാം. ബാങ്ക് സൈഡല്ലേ, ബാങ്കിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയാം. TOE ടോപ്പ് പോർഷനാണ്. നമ്മളിപ്പോൾ ഇത് പറയുന്നത് ഡാംസ് ഒക്കെ പറയുമ്പോൾ ഡാംസിൻ്റെയും ടോപ്പ് പോർഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വേണ്ട ഞാൻ ജസ്റ്റ് പറയുന്നത് ഈ ബോട്ടം പോർഷനാണ് നമ്മൾ ടോ എന്ന് പറയുക.
അപ്പോൾ ഒന്നുകിൽ നമുക്ക് കട്ടിങ്ങിൻ്റെ ടോപ്പ് എഡ്ജ് മുതൽ ഫില്ലിങ്ങിൻ്റെ എന്താണ് ബോട്ടം എഡ്ജ് വരെയുള്ളത്. അല്ലെങ്കിൽ ഈ ടേം വ്യത്യാസം വരത്തില്ല കേട്ടോ. കട്ടിങ്ങിൻ്റെ ടോപ്പ് എഡ്ജാണ്. ഫില്ലിംഗ് എന്നല്ലെങ്കിൽ ബാങ്കിൻ്റെ ടോ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയും. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് മിക്കപ്പോഴും എടുത്ത് പറഞ്ഞേക്കും. ആ ഒരു ഡിസ്റ്റൻസിനാണ് ബേം എന്ന് പറയുക. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ബേം. സിമ്പിൾ അല്ലേ കാര്യം? ഓക്കെ. അടുത്ത ടേമും നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ പഠിക്കാം. ഫിഗറിൽ നിന്ന് ആക്ച്വലി നമ്മൾ ഈ ഫിഗർ വെച്ച് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഫിഗർ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ, ഈ ഒരു ഫിഗർ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇതിൽ പല ടേംസ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. കാണാതെ പഠിക്കുക. നിങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങളുടെ ടേംസ് ഒക്കെ ആയാലും ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കണം. നമുക്ക് അല്ലാണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണാണ്ട് പഠിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഫിഗറൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഫിഗർ ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക, മെമ്മറൈസ് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ വെച്ച് പറഞ്ഞു തന്നെ. ബേം മനസ്സിലായി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് ഫ്രീ ബോർഡ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീ ബോർഡ്. പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ബേം ഇമ്പോർട്ടൻ്റ് ആണ്, അതിലുപരി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് നമുക്ക് കനാലിൽ മാത്രമല്ല ഡാംസിലും പറയാറുണ്ട്. അപ്പോൾ ഈ ടേം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാംസ് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. എന്താ നോക്കിയാലോ ഫ്രീ ബോർഡ്? ഓക്കെ. അപ്പോൾ ഈ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഈ ഒരു പോർഷൻ കണ്ടല്ലോ. ഈ ഒരു പോർഷനിൽ നമ്മൾ പറഞ്ഞു കനാലാണ്. കനാലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. ആ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്നാ പറയുക, FSL. അതായത് ഇതിനപ്പുറത്തേക്ക് വാട്ടർ ലെവൽ മേളിൽ കയറത്തില്ല. ഈ കനാലിലൂടെ വാട്ടർ പോവും. പിന്നെ നമുക്ക് ഫ്ലഡൊക്കെ വരുന്ന ടൈമിന് റിവറിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ എത്തുമല്ലോ. അപ്പോൾ റിവറിൽ വാട്ടർ കയറുന്ന കാരണം കനാലിലേക്ക് വാട്ടർ കൂടും. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലെവലിനെയാണ് നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുക. ഇതിനപ്പുറത്തേക്ക് വെള്ളം പോകത്തില്ല. ഫുൾ സപ്ലൈ ലെവൽ. അപ്പോൾ ഈ ഫുൾ സപ്ലൈ ലെവൽ മുതൽ ബാങ്ക് ഉണ്ടല്ലോ, ബാങ്കിൻ്റെ ടോപ്പ് പോർഷൻ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ മുതൽ എവിടെയാണ് ബാങ്കിനിടയിലുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുക. പക്ഷേ ഈ ഫ്രീ ബോർഡിൽ നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് എടുത്ത് പറയണമെന്നില്ല കേട്ടോ ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ നമുക്ക് നോർമലി ആ ഡിസ്റ്റൻസ് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഫുൾ സപ്ലൈ ലെവൽ മുതൽ ബാങ്കിൻ്റെ ടോപ്പ് പോർഷനുള്ള അതിനിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫ്രീ ബോർഡ് എന്ന് പറയുക. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, കനാലിൽ മാത്രമല്ല ഡാംസിലും നമുക്ക് ഫ്രീ ബോർഡ്സ് എന്താണെന്ന് അറിയണം. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഏറ്റവും ഹയസ്റ്റ് വാട്ടർ ലെവലുണ്ട്. അപ്പോൾ കനാലിലായതുകൊണ്ട് നമ്മളതിനെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നു. ഹയസ്റ്റ് വാട്ടർ ലെവൽ തൊട്ട് ആ ടോപ്പ് പോർഷനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്താ ഫ്രീ ബോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തിനായിരിക്കും ഫ്രീ ബോർഡ് കൊടുക്കുന്നത്? ഒരു കനാലിലായാലും ഡാമിലായാലും എന്തിനാണ് ഫ്രീ ബോർഡ് കൊടുക്കുന്നത്? നമുക്കിവിടെ എവിടെയെങ്കിലും ബാങ്ക് കൺസ്ട്രക്ട് ചെയ്തോടെ ഫുൾ സപ്ലൈ ലെവൽ തൊട്ട് അതുവരെ ബാങ്ക് കൺസ്ട്രക്ട് ചെയ്താൽ പോലെ ഈ ഒരു ഡിസ്റ്റൻസ് എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തിനായിരിക്കും. സോ നമ്മൾ 3 ടേംസ് പറഞ്ഞു. ആ 3 ടേംസ് ഫ്രീ ബോർഡിൻ്റെ ഡെഫിനിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ്. നിങ്ങൾ വായിച്ച് നോക്കുക. സിമ്പിൾ ഡെഫിനിഷൻ തന്നെ കൊടുത്തേക്കുന്നത്. അതിനിടയിൽ ഒരു ടേം ഉണ്ട്, ബാലൻസിങ് ഡെപ്ത് എന്നുള്ളത്. എന്താണ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു കട്ടിങ്ങും ഉണ്ട് ഫില്ലിങ്ങും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഫില്ലിങ്ങിന് ഈക്വൽ ആണെങ്കിൽ ആ ഒരു ഡെപ്തിനെയാണ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുക. ഏതൊരു ഡെപ്തിലാണോ, ഈ ഫിഗറിൽ നിന്ന് തന്നെ പറഞ്ഞത്, ഏതൊരു ഡെപ്തിലാണോ നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ കട്ട് ചെയ്യുന്ന ആ ഒരു ഡെപ്തും ഫില്ലിങ്ങിൻ്റെ ഡെപ്തും ഈക്വൽ ആവുന്നത്. ഈ കട്ട് ചെയ്ത സോയിൽ തന്നെ മതി നമുക്ക് ഫില്ല് ചെയ്യാൻ. ഇവിടെ നമുക്ക് ഒത്തിരി അങ്ങ് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഏത് ഡെപ്തിലാണോ ഈ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, കട്ട് ചെയ്ത സോയിൽ തന്നെ മതി ഫില്ല് ചെയ്യാൻ. കൂടുതലും വേണ്ട, അതിനേക്കാളും കുറവും വേണ്ട. ഈക്വൽ ആവുന്ന ആ ഒരു ഡെപ്തിനെയാണ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുക. സിമ്പിൾ കാര്യം തന്നെ അല്ലേ? ആ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏത് ഡെപ്തിലാണ് എമൗണ്ട് ഓഫ് കട്ടിങ്ങും എമൗണ്ട് ഓഫ് ഫില്ലിങ്ങും ഈക്വൽ ആകുന്നത്, ആ ഡെപ്തിന് എന്താ പറയുക? ബാലൻസിങ് ഡെപ്ത്. രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നു. ഫില്ലിങ്ങും കട്ടിങ്ങും എന്താണ് ബാലൻസ് ചെയ്യുന്നു. ആ ഒരു സിമ്പിൾ ഡെപ്തിനെയാണ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറയാം. ഓക്കെ. അടുത്ത ഫ്രീ ബോർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ടേംസ് പറഞ്ഞല്ലോ, ബാലൻസിങ് ഡെപ്തും പറഞ്ഞു. ഇതൊന്ന് വായിച്ച് പോയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേം തന്നെ. അടുത്ത് പറയുന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്, ഡൗള ഓർ ഡവൽ. അത് ഫിഗർ ചെയ്യുന്ന തന്നെ നോക്കിയാലോ, അതാവും നല്ലത്. ഈ ഒരു ഫിഗർ കണ്ടോ, നമ്മൾ
പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഫിഗറിലുണ്ടോ നോക്കിയേ. കട്ടിംഗ് ഉണ്ട്, ഫില്ലിംഗ് ഉണ്ട്, ആണ്ടല്ലോ. ഓക്കെ, ബേം ഉണ്ട്. ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് ബേം എന്ന് പറയുക. പിന്നെ ഏത് നമ്മൾ പറഞ്ഞു, ഫുൾ സപ്ലൈ ലെവൽ പറഞ്ഞു. ആ ഫുൾ സപ്ലൈ ലെവൽ തൊട്ട് ബാങ്ക് വരെയുള്ള ഡിസ്റ്റൻസിന് എന്താ പറഞ്ഞത്, ഫ്രീ ബോർഡും പറഞ്ഞു. ഓക്കെ, അത്രയും ടേംസ് ഇതുവരെ പറഞ്ഞത്. പിന്നെ ബാലൻസിങ് ഡെപ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് പഠിക്കാവുന്ന ടേമാണ് ഡൗള ഓർ ഡവൽ. അപ്പോൾ നമ്മുടെ ഒരു കനാലുണ്ട്. കനാലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കനാലിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് എന്തുണ്ട്, റോഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ റോഡിലൂടെ പോകുമ്പോഴല്ലേ സൈഡിലുള്ളൊരു കനാൽ കാണുന്നത്. അത് ഓർത്താൽ മതി, സിമ്പിളാണ്. അപ്പം നമ്മളിവിടെ ഒരു റോഡ് ഉണ്ടാവും. റോഡിൻ്റെ അടുത്തൊരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ കനാലുണ്ടാവും. അതാണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ കനാലിൽ നിന്ന് ഈ സൈഡിലേക്ക് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കനാലുണ്ട്. കനാലിൻ്റെ സൈഡ്സിന് ഞാൻ എന്താ പറഞ്ഞു, ബാങ്ക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, കനാൽ ബാങ്ക്സ് ഉണ്ട്. കനാൽ ബാങ്ക്സ് ഇവിടെ ഉണ്ട്. ഈ കനാൽ ബാങ്ക്സും അതിനിടയിൽ തന്നെ നമുക്ക് റോഡ് കൊടുക്കണമെങ്കിൽ എന്താണ്, നമുക്ക് വെറുതെ റോഡ് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇവിടെ ഒരു കനാലുണ്ട്. നമ്മൾ റോഡ് ഈ ഒരു ലെവലിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി കുറവുണ്ട്. കാരണം ഈ റോഡിലൂടെ വെഹിക്കിൾസ് ഒക്കെ പോകുമ്പോൾ ചില സമയങ്ങളിൽ ഈ തെന്നാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തെന്നി ഈ കനാലിൽ വീണ് കഴിഞ്ഞാൽ അത് വാട്ടറുള്ള ഏരിയയിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്താ ചെയ്യുക, ആക്സിഡൻസ് ഒക്കെ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ബാങ്കിന് കുറച്ചൊന്ന് ഹൈറ്റ്, ഇങ്ങനെ ഒന്ന് ഹൈറ്റ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു ഫിഗർ കണ്ടോ. ഈ ഒരു ഫിഗറിൽ നോർമലി ഇങ്ങനെ കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു എംപാക്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എംപാക്മെൻറ്റാണ് നമ്മൾ ഡബൽ ഓർ ഡൗള എന്ന് പറയും. അപ്പം രണ്ട് പേര് ഓർക്കുക, ഡബൽ എന്നോ ഡൗള എന്നോ പറയാറുണ്ട്. എന്താണ് സംഭവം? അതായത് ഈ ഒരു എംപാക്മെൻറ്റിനെയാണ് നമ്മൾ ഡബൽ എന്നോ ഡൗള എന്നോ പറയുക. വേറെ ഒന്നിനും അല്ല കൊടുക്കുന്നത്. ഈ റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസിന് ഒരു പ്രൊട്ടക്ഷനാണ്. ആ വെഹിക്കിൾസ് താഴെ കനാലിലേക്ക് വീഴാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെഹിക്കിൾസ് കനാലിലേക്ക് ഡയറക്റ്റ് വീഴരുത്. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിലും കനാലിലേക്ക് വീഴരുത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സേഫാണ്. ഇപ്പം രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്കറിയാം, ബുദ്ധിമുട്ടല്ലേ. നമുക്ക് രാത്രിയൊക്കെ ഇപ്പോൾ അറിയാത്തൊരു സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ എന്താ, നമുക്കിവിടെ ഒരു കനാലുണ്ടെന്നോ, ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ അവിടെ ഉണ്ടാവും, ചില സമയത്ത് കുറവായിരിക്കും. അപ്പോൾ വാട്ടർ ഫ്ലോ കുറവാണെങ്കിലും ഇത്ര ഒരു ഡെപ്തിലേക്ക് വന്ന് വീഴാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആക്സിഡൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഡവൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് എംപാക്മെൻറ്റിനെയാണ് ഡബൽ എന്ന് പറയുക. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് പഠിക്കാൻ ജസ്റ്റ് ചെറിയ ഡയമെൻഷൻസ് ഒന്ന് നോക്കാം. ഈ റോഡിൽ നിന്നുള്ള ഡെപ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോഡിൽ നിന്ന് വരുന്ന ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. 30 സെൻറ്റിമീറ്റർ റോഡിൽ നിന്ന് വരുന്ന ഈ ഹൈറ്റ്. അതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇത് 30 to 40 സെൻറ്റിമീറ്റേഴ്സ്, 30 തൊട്ട് 40 സെൻറ്റിമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊരു ഈ കാര്യങ്ങൾക്കൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, എന്താണെന്നുള്ളത് അറിയാം. 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. ഈ ഡെപ്ത് 30 to 40 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമുക്കിതിന് ഈ ഒരു ചരിവുണ്ടല്ലോ, ചരിവിന് നമ്മൾ പൊതുവെ എന്താ പറയുക, സ്ലോപ്പ് എന്നല്ലേ പറയുക. ഓക്കെ, നമ്മളിവിടെ ഒരു 1.5:1, 1.5 ആണ് കേട്ടോ. ഇത് 1.5:1 എന്ന രീതിക്കായിരിക്കും നോർമലി സ്ലോപ്പ് കൊടുക്കുക. ചെറിയ വേരിയേഷനൊക്കെ വരാം. നോർമലി ഈ ഒരു രീതിക്കായിരിക്കും സ്ലോപ്പ് കൊടുക്കുക. ഈ കുഞ്ഞു വരുന്ന ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് വയ്ക്കുക, ഓർത്തിരിക്കുക. ഇനി അടുത്ത് ഏതാണ് എക്സാമിന് ചോദിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് വായിച്ച് വയ്ക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായല്ലോ. ഒരു പ്രൊട്ടക്റ്റീവ് എംപാക്മെൻ്റ് ആണ് വെഹിക്കിൾസിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് എംപാക്മെൻ്റാണ് ഡബൽ എന്ന് പറയുക. ഡെഫിനിഷൻ കണ്ടോ, നമ്മൾ സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രൊട്ടക്റ്റീവ് എംപാക്മെൻ്റ് ആണ്, എംപാക്മെൻ്റ് അല്ല പ്രൊട്ടക്റ്റീവ് എംപാക്മെൻ്റ് ആണ്. എന്താണ്, പോകുന്ന വെഹിക്കിൾസിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന എംപാക്മെൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് എത്ര ഞാൻ പറഞ്ഞത്, 30 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. 30 to 40 സെൻറ്റിമീറ്റർ ആണ് ടോപ്പ് വിഡ്ത്ത് വരുന്നത്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ 1.5:1 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ ഇവിടെ പഠിക്കാനുള്ളൂ. ഈ ഫിഗറിൽ നിന്ന് തന്നെ പറഞ്ഞു തരാം. ഇവിടെ ഓക്കെ, ഞാൻ പറഞ്ഞു ഈ പോർഷൻ എന്താ പറയുക, കട്ടിങ്. ഈ ഒരു പോർഷൻ എന്താ പറയുക, ഇവിടെ വെച്ച് പറഞ്ഞു തരാം. ഈ ഒരു പോർഷൻ കട്ടിങ്, ഈ ഒരു പോർഷൻ എന്താ, ഫില്ലിങ്. അപ്പോൾ ഏത് ഡെപ്തിലാണ് കട്ടിങ്ങും ഫില്ലിങ്ങും ഈക്വൽ ആവുന്നത് ഒന്ന് പറഞ്ഞേ.
ബാലൻസിങ് ഡെപ്ത് ആണ്. ഓക്കെ, അതറിയാം. ഇനി നമ്മൾ പറയുന്നത് ഇപ്പം രണ്ടും ഈക്വൽ ആവണമെന്നില്ല. നമുക്കിപ്പോൾ പ്രാക്ടിക്കലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈക്വൽ ആവുമോ? ഇല്ല, ചെറിയ ചെറിയ വേരിയേഷനൊക്കെ വരും. അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തു, കുറേ സോയിൽ നമ്മൾ ആ ഒരു ഡെപ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത സോയിൽ ഞാൻ ഇവിടെ ഫില്ല് ചെയ്യുവാണ്. ഫില്ല് ചെയ്തപ്പോൾ ഈ ഒരു ഡെപ്ത് എത്തിയപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇത്രയും ഹൈറ്റിൽ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി കുറച്ചധികം സോയിൽ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കുറച്ചിവിടെ ഫില്ല് ചെയ്തു, എന്നിട്ടും അധികം വന്നു. അതിനെന്ത് ചെയ്യും? അതിന് നമ്മൾ ഈ സൈഡ്സിൽ എവിടെയെങ്കിലും, ബാഗ്സിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം നമുക്ക് ഒത്തിരി ദൂരം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ റോഡൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എക്സ്ട്രാ വന്ന സോയിൽ കട്ട് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ എക്സ്ട്രാ വന്നതിന് ഈ സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഒരു ബാങ്കിനെയാണ് സ്പോയിൽ ബാങ്ക് എന്ന് പറയാം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ബാങ്കിലാണ് നമ്മൾ ഡെപ്പോസിറ്റ്. അപ്പോൾ സ്പോയിൽ എന്ന് ഒന്ന് കേൾക്കുമ്പോൾ എന്താ നെഗറ്റീവ് മീനിങ് ആണെന്ന് ഓർക്കുക. അപ്പം ബാക്കി വന്നത്, നെഗറ്റീവ് എന്ന് അങ്ങനെ പറഞ്ഞതല്ല, ബാക്കി വന്ന വേസ്റ്റ് ആയിട്ടുള്ള സോയിലല്ലേ അതിനെ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക്, അതാണ് സ്പോയിൽ ബാങ്ക്. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഇഫ് ദ എമൗണ്ട് ഓഫ് കട്ടിങ് ഈക്വൽസ് എമൗണ്ട് ഓഫ് ഫില്ലിംഗ് ആണെങ്കിൽ ബാലൻസിങ് ഡെപ്ത് ആണ്. ആ ഡെപ്തിനെ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയും. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ഇഫ് ദ എമൗണ്ട് ഓഫ് കട്ടിങ് എക്സീഡ്സ് എമൗണ്ട് ഓഫ് ഫില്ലിംഗ്. അപ്പോൾ ഫില്ലിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത സോയിൽ കൂടിപ്പോയി. അപ്പം വേസ്റ്റ് അല്ലേ? അങ്ങനെ ആലോചിക്കുക. വേസ്റ്റ് ആയിട്ട് കുറച്ച് സോയിൽ വന്നു, അതിന് എന്താ പറയുക? ആ ബാങ്കിന് എന്താ പറയുക? ആ ബാങ്കിനെയാണ് സ്പോയിൽ ബാങ്ക് എന്ന് പറയുക. അപ്പോൾ ആ എക്സ്ട്രാ വന്ന എർത്തിന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കാണ് സ്പോയിൽ ബാങ്ക്. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നിങ്ങൾ കൂടുതലെന്ന് വിചാരിക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എക്സ്ട്രാ വന്ന എർത്തിന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, അതാണ് സ്പോയിൽ ബാങ്ക്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കട്ടിങ് കൂടുതലാണെന്ന് തോന്നി. ഇനി ഫില്ലിംഗ് ആണ് കൂടുതൽ. അപ്പം ഞാൻ കുറേ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി ഇത്രയും ഹൈറ്റിൽ ഫില്ല് ചെയ്യണമായിരുന്നു. ഈ ഒരു ഹൈറ്റ് എത്തിയപ്പോൾ കട്ട് ചെയ്ത സോയിൽ തീർന്നു പോയി. പിന്നെ ഇനി ഇത്രയും ഹൈറ്റിൽ എന്ത് ചെയ്യും? വേറെ എവിടുന്നെങ്കിലും സോയിൽ കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ വേണ്ടി എവിടെ നിന്നാണ് നമ്മൾ സോയിൽ എടുക്കുക? ഒന്നുകിൽ ഈ സൈഡ്സിലോ അല്ലെങ്കിൽ ഇതിൽ നിന്നോ എവിടുന്നെങ്കിലും നമ്മൾ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഈ ബാങ്കിൽ തന്നെ നമ്മളൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഡഗ് ഔട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഈ പോർഷൻ ബാങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോർഷനിൽ നമ്മൾ അടുത്തു നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും ഈസി. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ അടുത്തുനിന്ന് എവിടെയെങ്കിലും നമ്മൾ സോയിലിന് എന്താണ് ഡഗ് ഔട്ട് ചെയ്യും, കുഴിക്കും. ആ സോയിലിനെ എടുത്ത് ഇവിടെ ഫില്ല് ചെയ്യും. ആ ഒരു പോർഷനെയാണ് ബോറോ പിറ്റ് എന്ന് പറയുക. ബോറോ എന്ന് പറഞ്ഞാൽ എന്താ? ബോറോ പിറ്റ്. പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴിയല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് എടുത്തു, ഡഗ് ഔട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു പോർഷനാണ് നമ്മൾ ബോറോ പിറ്റ് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളുണ്ട്. ഏതാണ് കൂടുതൽ വരുന്നതെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എമൗണ്ട് ഇങ്ങനെ ഓർത്താൽ നിങ്ങൾ സിമ്പിളായിട്ട് കൺസെപ്റ്റ് ഓർത്താൽ മതി. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. ബോറോ പിറ്റ്, എമൗണ്ട് ഓഫ് കട്ടിങ് എക്സീഡ്സ് എമൗണ്ട് ഓഫ് ഫില്ലിംഗ്. എക്സീഡ്സ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോവുക. അപ്പോൾ കട്ടിങ് കൂടിപ്പോയി. അപ്പോൾ കട്ട് ചെയ്യും കൂടിപ്പോയപ്പോൾ എന്താ സംഭവിച്ചത്? കൂടുതൽ എർത്ത് കയ്യിലുണ്ട്, അത് വേസ്റ്റ് ആയിട്ടുള്ള എർത്താണ്. അതിനെ എവിടെയോ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് ഓർക്കുക. ആ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കാണ് സ്പോയിൽ ബാങ്ക്. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് ഫില്ലിംഗ് എക്സീഡ്സ് എമൗണ്ട് ഓഫ് കട്ടിങ്. അപ്പോൾ ഫില്ലിംഗ് കൂടുതൽ വേണം. എക്സീഡ്സ് എന്നേ അവർ ചോദിക്കുള്ളൂ, കൂടുതൽ വേണമെന്നാണ് അർത്ഥം. അപ്പോൾ ഫില്ലിംഗ് കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കുറച്ചുകൂടെ എർത്ത്, കുറച്ചുകൂടെ സോയിൽ വേണം. അപ്പോൾ അവിടെ നിന്ന് എവിടുന്നെങ്കിലും കുഴിച്ചെടുക്കേണ്ടി വരും. ആ പിറ്റിനെയാണ് ബോറോ പിറ്റ് എന്ന് പറയുക. ഒന്നുകിൽ നിങ്ങൾ രണ്ടും പഠിക്കാം, ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്യുക, ഒന്ന് പഠിച്ചാൽ മതി. ഒന്ന് പഠിച്ചാൽ മറ്റേത് കിട്ടും അല്ലേ? എമൗണ്ട് ഓഫ് കട്ടിങ് എക്സീഡ്സ് എമൗണ്ട് ഓഫ് ഫില്ലിംഗ്. കട്ടിങ് കൂടിപ്പോയി. അപ്പോൾ എന്താ വരുന്നത്? കട്ടിങ് കൂടി പോകുമ്പോൾ കൂടുതൽ എർത്ത് വന്നു, അതിനെ എവിടെയോ ഡെപ്പോസിറ്റ് ചെയ്തു, അതാണ് സ്പോയിൽ ബാങ്ക്. അപ്പോൾ തിരിച്ച് വരുവാണെങ്കിൽ അത് ബോറോ പിറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ കൺസെപ്റ്റ് ആണ്. എങ്കിലും ഇൻ കേസ് എക്സാം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. കട്ടിങ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അതാണ് സ്പോയിൽ ബാങ്ക്. സ്പോയിൽ ബാങ്കും ബോറോ പിറ്റ് ഈസി അല്ലേ? മനസ്സിലായില്ലേ കാര്യം? ഓക്കെ, ഒന്നും കൂടെ ആ ഒരു ഡെഫിനേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇതാണ് രണ്ടിൻ്റെ ഡെഫിനേഷൻ. ഒന്ന് വായിച്ചു നോക്കിയേ. എമൗണ്ട് ഓഫ് എക്സ്കവേഷൻ. ഓക്കെ, വെൻ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ എക്സീഡ്സ്. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കട്ടിംഗ് ആണ്. അപ്പം ഓർക്കാട്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ ടേംസ് ഒക്കെ മാറ്റി ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചെറിയ ടേംസ് ഒക്കെ മാറ്റി ചോദിക്കാം. അപ്പം എന്താണ് മീനിങ് എന്ന് ഓർക്കാം. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. എക്സ്കവേഷൻ എന്താണ്?
കുഴിക്കുമെന്നല്ലേ, അപ്പോൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുഴിക്കുന്നതല്ലേ, അതാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് കട്ടിങ് എക്സീഡ്സ് എർത്ത് വർക്ക് ഇൻ ഫില്ലിങ്. ഫില്ലിങ്ങിനെ കമ്പയർ ചെയ്തപ്പോൾ എമൗണ്ട് ഓഫ് കട്ടിങ് എക്സീഡ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, അടുത്തൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്കിനെയാണ് സ്പോയിൽ ബാങ്ക് എന്ന് പറയുക. ഇനി തിരിച്ചു വരുവാണ്, എർത്ത് വർക്ക് ഇൻ ഫില്ലിങ്. ഫില്ലിങ് കൂടുതൽ വേണം. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ, എക്സ്കവേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഫില്ലിങ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അടുത്തൊരു പിറ്റ് ഡഗ് ഔട്ട് ചെയ്യും. ആ പിറ്റിനെയാണ് ബോറോ പിറ്റ് എന്ന് പറയുക. ആ പിറ്റാണ് ബോറോ പിറ്റ്. ഇത് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാ ഡെഫിനിഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഫിഗർ വെച്ചിട്ടാണ് ജസ്റ്റ് എല്ലാം പറഞ്ഞത്. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ എത്ര ടേംസ് പറഞ്ഞു? സിമ്പിളായിട്ടൊരു 7 ടേംസേ പറഞ്ഞിട്ടുള്ളൂ. ആ ഫിഗറിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഫിഗർ വെച്ച് തന്നെ പഠിക്കാം. ഈ ഒരു 2 ടേംസൊക്കെ ഇച്ചിരിയെങ്കിലും കൺഫ്യൂഷൻ വരാൻ സാധ്യത. പക്ഷെ കൺഫ്യൂഷൻ ആവത്തില്ല കേട്ടോ, നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി. സിമ്പിളാ. ഓക്കെ. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ തോന്നുന്നവർ ജസ്റ്റ് ഒരു കാര്യം പഠിക്കുക, സ്പോയിൽ ബാങ്കിൻ്റെ കാര്യം പഠിക്കുക. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്നത് ബോറോ പിറ്റാന്ന് ഓർക്കുക. ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടെ പഠിക്കാം, ലൈനിങ് ഓഫ് കനാൽസ്. ലൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ കനാലിൻ്റെ ക്രോസ് സെക്ഷൻ മെയിൻലി ട്രപ്പിസോയിഡിലാണെന്ന് പറഞ്ഞു. ഈ നിങ്ങളിപ്പോൾ കാണുന്ന മിക്ക കനാൽസും ഈ സൈഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ സൈഡ് പോർഷൻ ആൻഡ് ഈ ഒരു പോർഷൻ ഇവിടേക്ക് എർത്ത് ആവണമെന്നില്ല. അവിടെയൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തേക്കും. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തേക്കും ഈ ഒരു പോർഷനും താഴെയൊക്കെ, എന്നിട്ടായിരിക്കും വാട്ടർ പാസ് ചെയ്യാം. അപ്പോൾ കോൺക്രീറ്റ് ചെയ്തേക്കും. അങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നതിനാണ് ലൈൻഡ് കനാൽസ് എന്ന് പറയുക. നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ കൊണ്ട് ലൈൻ ചെയ്തു. മറ്റേ എർത്തണാണെങ്കിൽ അൺലൈൻഡ് കനാൽസ് എന്ന് പറയും. ഇത് ലൈൻഡ് കനാൽസ് ആണ്. ഓക്കെ, എന്താണ്? ലൈൻഡ് കനാൽസ് ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, ലൈൻഡ് കനാൽസ്. ഈ ലൈൻഡ് കനാൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്തിനാണ് ലൈനിങ് കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത്, ലൈനിങ് കൊടുക്കാനുള്ള ആദ്യത്തെ കാര്യം സീപ്പേജ് പ്രിവെൻറ്റ് ചെയ്യാം. ഈ വെള്ളം അകത്തേക്ക് ഇറങ്ങുമല്ലോ, അതായത് ഇവിടെ ഇപ്പോൾ സോയിലാണെങ്കിൽ, മണ്ണാണെങ്കിൽ വെള്ളം ഇതിനകത്തോട് അകത്തേക്ക് ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളിവിടെ റിവറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫീൽഡ് പാടത്തിലേക്ക് എത്താനായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന വാട്ടർ കുറയും. അപ്പോൾ ആ സീപ്പേജ് കുറയ്ക്കുക. അപ്പോൾ അതാണ് പ്രിവെൻറ്റ് സീപ്പേജ് കുറയ്ക്കാം. അടുത്ത് പറയുന്ന കാര്യം വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വാട്ടർ ലോഗിങ് എന്ന് പറയാം. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കേട്ടോ. കാരണം ഈ ഫീൽഡിലൊക്കെ ആയാലും വാട്ടർ കെട്ടി നിൽക്കുന്നതായാലും അങ്ങനെ പാടില്ല. വെള്ളം ഒത്തിരി കെട്ടി നിൽക്കാനും പാടില്ല. ക്രോപ്സിനൊക്കെ ഡാമേജും വരും. അപ്പോൾ കനാലിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അടുത്തുള്ള നമുക്ക് എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തത്തില്ല, അവിടെ ലോസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ലൈൻഡ് കനാൽസ് ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല, ഈ വെള്ളം ഒഴുകിപ്പോവും. നമുക്ക് എങ്ങോട്ടേക്കാണോ കൊടുക്കേണ്ട ആ ഒരു ചെറിയ സ്റ്റോപ്പ് കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒഴുകിപ്പോവും. ഇനി എർത്തണാണെങ്കിൽ, മണ്ണാണ് താഴെ വരുന്നതെങ്കിൽ വെള്ളം അകത്തേക്ക് സീപ്പ് ചെയ്തിറങ്ങി വാട്ടർ ലോഗിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ലൈൻ ചെയ്യുമ്പോൾ സീപ്പേജും പ്രിവെൻറ്റ് ചെയ്യാം, കൂടെ തന്നെ വാട്ടർ ലോഗിങ്ങും പ്രിവെൻറ്റ് ചെയ്യാം. അറിഞ്ഞിരിക്കാതെ. അടുത്ത് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. വെള്ളം ഒഴുകി പോവുമല്ലേ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് മണ്ണൊക്കെ വന്നിരിക്കുക, മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തട്ടി ഇപ്പോൾ കുറച്ച് ഇത്തിരി വലിയ കല്ലൊക്കെ ഈ സൈഡിലുണ്ടെങ്കിൽ അതിൽ തട്ടി വെലോസിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. വെറുതെ പ്ലെയിൻ ആയിട്ടൊരു നമ്മൾ ലൈനിങ് കൊടുക്കുമല്ലേ, അപ്പം വെലോസിറ്റി കൂടാനാണ് സാധ്യത. വെലോസിറ്റി കൂടുമ്പോൾ എന്താണ്, നമുക്ക് എത്രയാണോ വാട്ടർ വേണ്ടത് അതൊക്കെ ഏകദേശം ആ വാട്ടർ തന്നെ ഫീൽഡിൽ എത്തിക്കാൻ പറ്റും. അതാണ് വെലോസിറ്റി കൂട്ടാൻ പറ്റുമെന്ന് പറയുന്നത്. നമ്മൾ 3 കാര്യം പറയും. 4ാമത്തെ സിൽട്ടിങ് കുറയ്ക്കാം. സിൽട്ടിങ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുമ്പോൾ വെള്ളം നല്ല സ്പീഡിൽ തന്നെ പോകും. സിൽട്ടിങ് എപ്പോഴാണ് സംഭവിക്കാം? എന്താണ് സിൽട്ടിങ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിൽട്ടിങ്ങിനെ പറ്റി അല്ലേ. ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടാവും, സോയിൽ പാർട്ടിക്കിൾസ്, അതൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് സിൽട്ടിങ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് സിൽട്ടിങ് കുറയ്ക്കാൻ പറ്റും. കാരണം എന്താണ്, വെലോസിറ്റി ഇത്തിരി കൂടി തന്നെയല്ലേ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സിൽട്ടിങ് കുറയ്ക്കാൻ പറ്റും. ഒത്തിരി സോയിലിനെ നമ്മൾ എടുക്കുന്നില്ല, കാരണം ഈ സൈഡൊക്കെ ലൈൻഡ് ആയതുകൊണ്ട് അത് എവിടെന്നെങ്കിലും സോയിൽ എടുത്തിട്ടല്ലേ ഒരു പോർഷനിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലൈൻഡ് ആയതുകൊണ്ട് സോയിലും അധികം വരുന്നില്ല. റിവറിൽ നിന്ന് കയറുന്ന സോയിൽ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് സിൽട്ടിങ് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സിൽട്ടിങ് കുറയ്ക്കാം. പിന്നെ മെയിൻ്റനൻസ് കുറച്ച് മതി. ഇപ്പോൾ സോയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇടയിലൊക്കെ ഇറോഷൻ സംഭവിക്കും. അപ്പം നമ്മൾ വീണ്ടും സോയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് മിനിമം മെയിൻ്റനൻസ് മതി. ആദ്യം കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ മെയിൻ്റനൻസ് കുറച്ച് മതി. അതാണ് ലെസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ലൈഫ് കൂടും. നോർമലി ഇപ്പോൾ കനാലൊക്കെ ആകുമ്പോൾ കുറേ നോർമൽ ഞാൻ പറഞ്ഞില്ല, അൺലൈൻഡ് കനാൽസ്, എർത്ത് കനാൽസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ കുറേ നാൾ സ്ലിട്ടിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ഡൈമെൻഷനൊക്കെ കുറയും,
സിൽട്ട് ചെയ്ത് നമ്മൾ റിവറിലൊക്കെ പാത്ത് ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നില്ലേ, അതുപോലെ ഇവിടെയും ചില ചേഞ്ചസ് വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ലൈനിങ് കൊടുക്കുന്നത് കാരണം ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ലൈനിങ്ങിൽ പറയാനുള്ളത്. കനാൽസ് ലൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനൂടെ നോക്കാം. നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഈ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ലൈനിങ് ഇപ്പം പറഞ്ഞ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. ലൈനിങ് ഓഫ് ഇറിഗേഷൻ ചാനൽസ് ലൈൻ ചെയ്യുന്നത് കാരണം 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇറിഗേഷൻ ചാനൽസ് ലൈൻ ചെയ്തു, നമ്മൾ കോൺക്രീറ്റോ എന്തെങ്കിലും ഒരു ലൈൻ ചെയ്തു. അപ്പോൾ ഇൻക്രീസസ് വാട്ടർ ലോഗിങ് എന്താ പറഞ്ഞേ? ഓർത്ത് നോക്കിയേ. വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടി നിൽക്കുന്നത് കൂടുവോ? വെള്ളം ആക്ച്വലി കെട്ടി നിൽക്കത്തില്ല. നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് ലൈനിങ് കൊടുക്കുന്നത്. അപ്പം ലൈനിങ് കൊടുക്കുമ്പോൾ വാട്ടർ ലോഗിങ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. തെറ്റല്ലേ? വാട്ടർ ലോഗിങ് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമുക്ക് പറ്റുന്നത്. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നില്ല. അടുത്ത് പറയുന്നത് ഇൻക്രീസസ് ചാനൽ ക്രോസ് സെക്ഷൻ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ചാനലിൻ്റെ ക്രോസ് സെക്ഷൻ മീൻസ് നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ചാനലിൻ്റെ ക്രോസ് സെക്ഷൻ ട്രപ്പിസോഡിലാണെന്നല്ലേ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലൈനിങ് കാരണം ചാനലിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ കൂടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലുമില്ല. നമ്മൾ ഈ ലൈനിങ് കൊടുക്കുന്നത് കാരണം ഇറോഷൻ ഒന്നും നടക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്ലോ ചെയ്യും. ചെറിയ ചേഞ്ചസൊക്കെ വരത്തുള്ളൂ. സോ ലൈനിങ് കൊടുക്കുന്നത് കാരണം എന്താണ്? ക്രോസ് സെക്ഷൻ കൂടുന്നില്ല. നമുക്ക് ആ ക്രോസ് സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും തെറ്റാണ് കേട്ടോ. ക്രോസ് സെക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നില്ല. തേർഡ് വൺ എന്താണ്? ഇൻക്രീസസ് കമാൻഡ് ഏരിയ എന്താന്ന് നമ്മൾ കമാൻഡ് ഏരിയനെ പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഗ്രോസ് കമാൻഡ് ഏരിയ എന്നൊക്കെ പറയുമ്പം നമ്മൾ വെള്ളം ഇറിഗേഷനല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കനാല് വഴി വാട്ടർ ഇറിഗേഷന് കൊണ്ടുപോകുമ്പം ഇപ്പോൾ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടർ വെച്ചിട്ട് എത്രത്തോളം ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ ഇപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വെച്ചിട്ട് എത്രത്തോളം ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് കമാൻഡ് ഏരിയ. നമുക്ക് പല കമാൻഡ് ഏരിയാസ് ഉണ്ട്. ടോട്ടലി പറയുന്നതാണ് ഗ്രോസ് കമാൻഡ് ഏരിയ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഗ്രോസ് കമാൻഡ് ഏരിയ എന്താണെന്ന് നോക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സസിലൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കമാൻഡ് ഏരിയ കൂടുമോന്ന് അതെങ്ങനെയാണ്? ലൈനിങ് ചെയ്യുന്നത് കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വാട്ടർ എത്തുന്നത് സീപ്പേജ് കുറയ്ക്കാൻ പറ്റും, വാട്ടർ ലോഗിങ് കുറയ്ക്കാം. അത് കാരണം തന്നെ നമ്മുടെ കയ്യിലുള്ള വാട്ടർ നമുക്ക് കൂടുതൽ ലോസസ് സംഭവിക്കാതെ ഫീൽഡിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഒത്തിരി വാട്ടർ അൺലൈൻഡ് കനാൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈനിങ് കൊടുക്കുമ്പോൾ കുറച്ചധികം വാട്ടർ ഫീൽഡിൽ എത്തിക്കാം. അപ്പോൾ അത്രയും വാട്ടർ ഫീൽഡിൽ എത്തിക്കുകയാണെങ്കിൽ അത്രയും ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ കൂടും. ലൈനിങ് കൊടുക്കുന്നത് കാരണം നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ വെച്ചിട്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കൂടും. മനസ്സിലായോ? നമുക്ക് ആ കനാലിലൂടെ വരുന്ന വാട്ടർ കൂടുതലായിരിക്കും. അപ്പോൾ അത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാം. അപ്പോൾ കമാൻഡ് ഏരിയ ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്നത് കറക്റ്റാണ്. നമുക്ക് വെലോസിറ്റി കൂടുന്നുണ്ട് വാട്ടറിൻ്റെ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും കൂടും. അത് നമ്മൾ ഡയറക്റ്റ് പറയുന്നില്ല. അതെങ്ങനെയാണ് പറയുന്നത് മനസ്സിലാക്കിയത്? സീപ്പേജ് കുറവായിരിക്കും, വാട്ടർ ലോഗിങ് കുറവായിരിക്കും. അപ്പം നഷ്ടപ്പെടുന്ന എമൗണ്ട് കുറവായിരിക്കും, കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത്രയും പാടത്തെത്തിക്കാം. ആ പാടത്തിൽ അപ്പോൾ കൂടുതൽ ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം. അതാണ് കമാൻഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ഓപ്ഷനോട് ഒന്ന് നോക്കാം. എന്തായാലും ഇൻക്രീസസ് ചാൻസസ് ഓഫ് ബ്രീച്ചിങ്. എന്താണ് ബ്രീച്ചിങ്? ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാപ്പ് അല്ലേ? ഗ്യാപ്പിനെയാണ് ബ്രീച്ച് എന്ന് പറയാം. അപ്പോൾ ഗ്യാപ്പ് കൂടുതൽ വരും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ലൈനിങ് കൊടുക്കുമ്പോൾ ഗ്യാപ്പ് കൂടുതൽ വരുമോയെന്ന്. അങ്ങനെ വരുമോ? നമ്മൾ എർത്തൺ ആവുമ്പോഴത്തേക്ക് എർത്തൺ സൈഡൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ലൈനിങ് കൊടുത്തു, അപ്പോൾ അങ്ങനെ ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഒത്തിരി സ്പീഡിൽ വാട്ടർ വരുവാണെങ്കിൽ മാത്രമേ ഗ്യാപ്പ് ഉണ്ടാവത്തുള്ളൂ. അതും അൺലൈൻഡ് കനാൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ചാൻസസ് ഓഫ് ബ്രീച്ചിങ് കൂടത്തില്ല. അത് തീരെ കുറവായിരിക്കും. ബ്രീച്ചിങ്ങിൻ്റെ സാധ്യത കുറവായിരിക്കും. ഇത് 3 തെറ്റാണ്. നമുക്ക് കമാൻഡ് ഏരിയ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ആൻസർ സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സി ആണ്. അപ്പോൾ ഇത് കമാൻഡ് ഏരിയ ഇൻക്രീസ് ചെയ്യാം. നമുക്ക് കൂടുതൽ വെള്ളം ഉള്ളത് കാരണം കൂടുതൽ ഏരിയ ഇറിഗേറ്റ് ചെയ്യാമെന്നുള്ളത് മതി.
അതാണ് ഈ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇപ്പോൾ നമുക്കിതിൽ ചില ആൻസേഴ്സൊക്കെ ചില ഓപ്ഷൻസൊക്കെ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ്, ചിലത് ചിന്തിക്കാനുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക, ഓപ്ഷൻ വായിച്ചിട്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന അത്രയും ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ലൈനിങ് പറയാനുള്ളത്. നമ്മളിന്ന് കനാലിൻ്റെ ക്രോസ് സെക്ഷനും ലൈനിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ ടോപ്പിക് എല്ലാം ക്ലിയർ ആയില്ലേ? നമ്മൾ കനാലിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് പറഞ്ഞു, ലൈനിങ്ങിനെ പറ്റി പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പം നിങ്ങളെല്ലാം ഈ ഒരു സീരീസ് എല്ലാവരും കാണുക. നമ്മൾ ഫ്രീ ആയിട്ടാണ് യൂട്യൂബിൽ ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക. നമുക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ഇനി വരുന്നുണ്ട്, ഇറിഗേഷൻ്റെ നെക്സ്റ്റ് ക്ലാസ് വരുന്നുണ്ട്, അതിൽ കാണാം. താങ്ക് യു.